യുഎയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വേഗത്തിലും ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ദുബായ് മെട്രോ ആണ് എനിക്ക് പിന്നിലുള്ളത്. അതുപോലെ തന്നെ ഏതൊരു സാധാരണക്കാരനും ഏറ്റവും ചീപ്പായിട്ട് പക്ഷേ ഗുണത്തിലും നിലവാരത്തിലും ഒട്ടും കുറവില്ലാതെ ഭക്ഷണം വിളമ്പുന്ന ആ വില കേട്ട നിങ്ങൾ ഞെട്ടും. ആ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പൈസ തന്നെയാണ് ഏറ്റവും വലിയ പ്രചോദനം. കാരണം 6 ദിർഹംസിന് മുകളിൽ ഒരു സാധനത്തിനും ഇവിടെ വിലയില്ല, ഏതൊരു ഐറ്റം എടുത്താലും. അത് മാത്രമല്ല, നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം 6 ദിർഹംസിനുള്ളിൽ അല്ലെങ്കിൽ 5 ദിർഹംസിനുള്ളിൽ അല്ലെങ്കിൽ 4 ദിർഹംസിനുള്ളിൽ നമുക്ക് കഴിച്ച് സന്തോഷത്തോടെ പോകാം. അപ്പോൾ ധൈര്യമായിട്ട് വരാം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, എന്നോടൊപ്പം കുറച്ചധികം ആൾക്കാരെ ഞാനിവിടെ പരിചയപ്പെട്ടിരുന്നു. അവർ കൂടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് വെജ്മീർ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ രാവിലെ വന്നിട്ട് എൻ്റെ വാക്കിങ്ങും പരിപാടിയും കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ചായ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ടേസ്റ്റി ഫുഡാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും ഒക്കെ ഓഫീസ് കഴിഞ്ഞ് ഡെയിലി ഇവിടെ വന്ന് വൈകുന്നേരം ചായ കടി ഒക്കെ കഴിച്ചിട്ടാണ് റൂമിൽ പോകാറുള്ളത്. കുടുംബസമേതമാണ് ഇവിടേക്ക് കൂടുതൽ പേരും എത്തുക. ഞാൻ പോയ അൽത്തവാറിൽ മെട്രോ ഇറങ്ങിയാൽ ഉടൻ കാണുന്നത് വെജ്മിയാണ്. വിശാലമായ പാർക്കിങ്ങും ഇവിടെ ഉണ്ട് കേട്ടോ. പറഞ്ഞു വരുന്നത് വണ്ടി ഇല്ലാത്തവർക്ക് പോലും ഈസിയായി ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങാം. ഇഡ്ഡലി, വട, പൊങ്കൽ, ഉപ്മ, കേസരി, അതുപോലെ മസാല ദോശ, പ്ലെയിൻ ദോശ, ഗീ റോസ്റ്റ്, പൊറോട്ട, ചപ്പാത്തി, തമിഴ്നാട് മീൽസ്, അതുപോലെ ഫ്രൈസ് ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി. എത്ര നല്ല രുചിയും എത്ര വിലയുള്ള ഭക്ഷണവും ഏതൊരു സാധാരണക്കാരനും ലഭ്യമാക്കുക, അതാണ് വെജ്മിയുടെ ലക്ഷ്യം. യുഎയിൽ എമ്പാടുമുണ്ട് വെജ്മിയുടെ ഔട്ട്ലെറ്റുകൾ. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം എന്ന രീതിയിൽ പറഞ്ഞാലും വെജ്മി ഒരു ഗംഭീര റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പോയി കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാകും, എനിക്കുറപ്പാണ്. ഐപ്പ് പള്ളിക്കാടൻ, നമസ്കാരം.